ശ്രീ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം വരുമ്പോഴത്തേക്ക് 2,80,00,000. എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ പോയത്. അദ്ദേഹത്തിന്റെ ശേഷി വെച്ച് നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നത് ഒരു നടൻ എന്നുള്ളതിലെ, ഒരു കലാകാരൻ എന്നുള്ളതിലെ. പക്ഷെ അദ്ദേഹം ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാ, ഈ സമൂഹത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല അദ്ദേഹം ജോലി ചെയ്യുന്നത്. മറിച്ച് കോവിഡിന്റെ സമയത്ത് സ്വന്തം ജീവൻ നോക്കാതെ ഈ സമൂഹത്തിലെ, ഈ കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് സ്വന്തം കുടുംബാംഗങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായി ജോലി ചെയ്ത ആശാവർക്കർമാർക്ക് ഒരു വേതന വർധനവ് ചോദിക്കുമ്പോൾ സർക്കാരിന്റെ കൈ കാശില്ല. അയ്യപ്പ സംഗമം നടത്താൻ 8 കോടിക്ക് ഒരു തടസ്സവും ഇല്ല. സർക്കാരിന്റെ 4ാം വാർഷികം ഇല്ലാത്ത കഥകളെല്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 100 കോടിക്ക് തടസ്സമില്ല. മുഖ്യമന്ത്രിയുടെ PR വർക്ക് ചെയ്യുന്നത് 12 പേരാണ്. അവരുടെ ശമ്പളം 45,000-ൽ നിന്ന് 85,000 വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമില്ല. PSC മെമ്പർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമില്ല. ഇതിനൊന്നും ഒരു തടസ്സമില്ല. അപ്പൊ പൈസ ഇല്ലാത്തതല്ല, തൊഴിലാളി വിഭാഗത്തോട് ഇതാണ് നിലപാട്. ഇത്രയൊക്കെ മതി, നിങ്ങൾക്ക് ഇതിനെ യോഗ്യതയുള്ളൂ എന്ന് ഒരു ഇടതുപക്ഷ സർക്കാരും എന്റെ മുഖ്യമന്ത്രി സ്ഥാപിച്ചെടുത്തിരിക്കുകയാണ്.